ഓം നമോ നാരായണായ. എല്ലാ സുഹൃതികളായ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ശുഭദിനം നേരുന്നു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ഇന്നത്തെ ദിവസം ഐശ്വര്യവും സമാധാനവും സന്തോഷവും നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കിന്ന് 34 ദശകം നോക്കാം. രാമായണ കഥ ഹനുമത് സംഗമം വരെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധരാവൃത്തത്തിൽ എഴുതിയിരിക്കുന്നു. ശ്രീ മേൽപ്പത്തൂർ. ഇതിൽ അതായത് രാമായണത്തിലെ ഈ ദേവന്മാരുടെ ആവലാതി, പുത്രകാമേഷ്ടി യാഗം, പായസം ലഭിക്കുന്നത്, രാമാദികളുടെ അവതാരം എന്നീ കാര്യങ്ങളാണ് ഈ പദ്യത്തിൽ വിവരിക്കുന്നത്. ഈ പദ്യത്തിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് 1-ാമത്തെ ശ്ലോകത്തിൽ. ശ്രീമദ് ഭാഗവതം 9-ാം സ്കന്ധത്തിൽ 10-11 അധ്യായങ്ങളിലാണ് ഈ രാമായണ കഥ വർണ്ണിച്ചിട്ടുള്ളത്. രാമായണ കഥ മുഴുവൻ 2 ദശകങ്ങളിലായി വർണ്ണിച്ചിരിക്കുകയാണ്. അതിൽ പറയാത്ത കഥാംശങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇവിടെ രാമായണ കഥ പ്രതിപാദിച്ചിരിക്കുന്നത്. അതായത് ഭാഗവതത്തിൽ പറയാത്ത കഥാംശങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉചിതമായ വിധത്തിൽ വിപുലീകരിച്ച്, അതുപോലെ തന്നെ സംഗ്രഹിക്കേണ്ടടുത്ത് സംഗ്രഹിച്ച് ശ്രീ മേൽപ്പത്തൂർ ഇവിടെ ഈ ശ്ലോകം നിർമ്മിച്ചിരിക്കുകയാണ്. ഈ ദശകത്തിൽ 10-ാം അധ്യായത്തിലെ 12-ാം ശ്ലോകം, അതിൻ്റെ ആ 12-ാം ശ്ലോകത്തിൻ്റെ പൂർവാർദ്ധം വരെയാണ് സംഗ്രഹിച്ചിട്ടുള്ളത്. നമുക്കിനി 1-ാമത്തെ ശ്ലോകം നോക്കാം. ഗീർവാണൈരർധ്യമാനോ ദശമുഖ നിധനം കോസലേഷ് ഋഷ്യശൃംഗേ പുത്രീയാം ഇഷ്ടിമിഷ്ട്വാ ദദുഷി ദശരഥക്ഷ്മാഭൃതേ പായസാഗ്ര്യം തദ്ഭുക്ത്യാ തത്പുരന്ധ്രീഷ്വപി തിസൃഷു സമം ജാതഗർഭാസു ജാതോ രാമസ്ത്വം ലക്ഷ്മണേന സ്വയമധ ഭരതേനാപി ശത്രുഘ്നനാംനാ. ഗീർവാണൈഃ അർധ്യമാനഃ ദശമുഖനിധനം കോസലേഷു ഋഷ്യശൃംഗേ പുത്രീയാം ഇഷ്ടിം ഇഷ്ട്വാ ദദുഷി ദശരഥക്ഷ്മാഭൃതേ പായസാഗ്ര്യം തത് ഭുക്ത്യാ തത് പുരന്ധ്രീഷു അപി തിസൃഷു സമം ജാതഗർഭാസു ജാതോ അധ രാമഃ ത്വം ലക്ഷ്മണേന സ്വയം അധ ഭരതേന അപി ശത്രുഘ്ന നാംന. ഗീർവാണൈഃ ദേവന്മാർ, അർധ്യമാനഃ അഭ്യർത്ഥിച്ചതനുസരിച്ച്, ആവശ്യപ്പെട്ടതനുസരിച്ച്, ദശമുഖ നിധനം ദശമുഖനെ നിഗ്രഹിക്കാൻ വേണ്ടി, ദശമുഖനെ നിഗ്രഹിക്കണമെന്ന് ദേവന്മാർ ആവശ്യപ്പെട്ടതനുസരിച്ച്, അപേക്ഷിച്ചതനുസരിച്ച്, കോസലേഷു ആ കോസലത്തിൽ, ഋഷ്യശൃംഗേ ഋഷ്യശൃംഗൻ എന്ന മുനിയാൽ, ഋഷ്യശൃംഗനാൽ, വിഭണ്ഡകൻ്റെ മുൻമകനാണ് ഋഷ്യശൃംഗൻ, പുത്രീയാം പുത്രന്മാർ ജനിക്കുന്നതിന് വേണ്ടി, പുത്രന്മാർക്ക് വേണ്ടി, ഇഷ്ടിം ഇഷ്ട്വാ യാഗം, അതായത് വളരെ ഇഷ്ടത്തോടുകൂടി ആഗ്രഹിച്ച്, ഇഷ്ടിം ഇഷ്ട്വാ ഇഷ്ടി യാഗമാണ്, പുത്രന്മാരെ ആഗ്രഹിച്ച് യാഗം നടത്തി. ദദുഷി ദശരഥ ക്ഷ്മാഭൃതേ പായസാഗ്ര്യം. ആ പായസം, വിശേഷപ്പെട്ട പായസം ഭക്ഷിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പത്നിമാരിൽ 3 പേരും, അതായത് പത്നിമാർ 3 പേരും ഒരേ സമയം ജാതഗർഭാസു, ഒരേ സമയം ഗർഭം ധരിക്കുന്നു. ഇവിടെ ലക്ഷ്മണേന ഭരതേന അപി ശത്രുഘ്ന നാംന, അതായത് ലക്ഷ്മണനെന്നും ഭരതനെന്നും ശത്രുഘ്നനെന്നും പേരോടുകൂടി, രാമഃ ത്വം രാമൻ എന്ന പേരോടുകൂടി അവിടെ നിന്നും സ്വയം അവതരിക്കുന്നു. അത് അനന്തരം പിന്നീട്. അപ്പോൾ ആദ്യം ജനിക്കുന്നത് രാമൻ തന്നെയാണ്. അതിനുശേഷമാണ് ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ജനിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 4 പേരും ഒരുമിച്ച് നമ്മുടെ മുമ്പിൽ അവതരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. ദേവന്മാർ ദശമുഖൻ, അതായത് രാവണനെ വധിക്കണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച്
കോസലത്തിൽ, അതായത് അയോധ്യയിൽ ഋഷ്യശൃംഖനാൽ പുത്രകാമേഷ്ടി എന്ന യാഗം നടക്കുന്നു. ആ യാഗത്തിൽ നിന്നും ലഭിക്കുന്ന ആ വിശേഷപ്പെട്ട പായസം 3 പത്നിമാർക്കും കൊടുക്കുന്നു. ഒരേ സമയം 3 പത്നിമാരും ഗർഭം ധരിക്കുന്നു അത് ഭക്ഷിച്ചിട്ട്. അതിനുശേഷം ആ ഗർഭകാലം അവസാനിക്കുമ്പോൾ ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും അതുപോലെ തന്നെ അവിടുന്ന് സ്വയം രാമൻ എന്ന പേരോടുകൂടി അവതരിക്കുന്നു. ഇത്രയുമാണ് ഈ 1-ാം ശ്ലോകത്തിൻ്റെ അർത്ഥം. നമുക്കറിയാം, ആദ്യം കൗസല്യക്കും കൈകേയിക്കും പായസം പകുത്തു കൊടുക്കുന്നു. അത് കഴിഞ്ഞ് 3ാമത്തെ ഭാര്യയ്ക്ക് കൊടുക്കാൻ പായസം ഉണ്ടായില്ല. അപ്പോൾ സപത്നി സ്നേഹമുള്ള കൗസല്യയും കൈകേയിയും തങ്ങൾക്ക് കിട്ടിയ ആ പായസത്തിൽ നിന്ന് ഓരോ പങ്ക് വീതം സുമിത്രയ്ക്ക് കൊടുക്കുകയാണ്. അങ്ങനെയാണ് 2 പുത്രന്മാരുണ്ടാകുന്നത് സുമിത്രയ്ക്ക്, അല്ലേ? ലക്ഷ്മണനും ശത്രുഘ്നനും. ഈ പായസത്തിൻ്റെ പ്രഭാവം കൊണ്ടാണ്, കൗസല്യ കൊടുത്ത പങ്കിൻ്റെ പ്രഭാവം കൊണ്ടാണ് രാമനോടുകൂടി എപ്പോഴും ലക്ഷ്മണൻ നടക്കുന്നതും അതുപോലെ തന്നെ കൈകേയിയുടെ മകനായ ഭരതൻ എപ്പോഴും ശത്രുഘ്നനോടുകൂടി സഞ്ചരിക്കുന്നതും. അത് ആ പായസത്തിൻ്റെ പ്രഭാവവശാൽ എന്നാണ് രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് 2ാമത്തെ ശ്ലോകം നോക്കാം. കോദണ്ഡീ കൗശികസ്യ ക്രതുവരമവിതും ലക്ഷ്മണേനാനുയാതോ യാതോ ഭൂസ്താതവാച മുനികഥിതമനുദ്വന്ദ്വശാന്താധ്വഖേദ നൃണാം ത്രാണായ ബാണൈർമുനിവചനബലാത് താടകാം പാഠയിത്വാ ലബ്ധ്വാസ്മാദസ്ത്രജാലം മുനിവനമഗമോ ദേവസിദ്ധാശ്രമാഖ്യം. കോദണ്ഡം എന്നാൽ വില്ല് എന്നാണ്. കോദണ്ഡി കൗശികസ്യ ക്രതുവരമവിതും ലക്ഷ്മണേനാനുയാതോ യാതോ ഭൂയഃ താതവാച മുനികഥിതമനുദ്വന്ദ്വശാന്താധ്വഖേദഃ നൃണാം ത്രാണായ ബാണൈഃ മുനിവചനബലാത് താടകാം പാഠയിത്വാ ലബ്ധ്വാ അസ്മാദ് അസ്ത്രജാലം മുനിവനം അഗമഃ ദേവാ സിദ്ധാശ്രമാഖ്യം. ദേവ എന്ന അവസാനത്തെ ലൈൻ പറഞ്ഞിരിക്കുന്ന ആദ്യം വിളിക്കുകയാണ്. അല്ലയോ ഭഗവാനെ, ദേവാ, ഹേ ദേവാ. കോദണ്ഡം എന്ന വില്ല് ധരിച്ചവൻ. കൗശികസ്യ കൗശികൻ്റെ, വിശ്വാമിത്രനെയാണ് കൗശികൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ കുമാരന്മാരുണ്ടായി, വിദ്യയൊക്കെ അഭ്യസിച്ചു. അത് കഴിഞ്ഞ് യൗവനാവസ്ഥയിലേക്ക് കിടക്കുകയാണ്. ആ ബാല്യം കഴിഞ്ഞ് കൗമാരം കഴിഞ്ഞു യൗവനാവസ്ഥയിലേക്ക് പ്രവേശിക്കുന്ന സമയത്താണ് വിശ്വാമിത്രൻ വന്ന് യാഗരക്ഷയ്ക്ക് വേണ്ടി കുമാരന്മാരെ വിളിക്കാനായിട്ട് ചെല്ലുകയാണ്. പൊന്നോമന പുത്രന്മാരെ വിടാൻ ദശരഥ മഹാരാജാവിന് ഒട്ടും തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ വിശ്വാമിത്രൻ പതുക്കെ ദശരഥ മഹാരാജാവിനെ വിളിച്ചിട്ട് പറയുകയാണ്, സാധാരണ മനുഷ്യക്കുട്ടികളല്ല ഇവർ, രാജകുമാരന്മാരല്ല, മറിച്ച് ഈ രാജകുമാരന്മാരായിട്ട് ജനിച്ചിരിക്കുന്നത് ഭഗവാൻ മഹാവിഷ്ണുവും അദ്ദേഹത്തിൻ്റെ ആ 4 കൈകളിലുള്ള ശംഖ്, ചക്രം, ഗദ ഇവരൊക്കെയാണ്, ശേഷനാഗം ഇവരൊക്കെയാണ് കൂടെ വന്ന് ജനിച്ചിരിക്കുന്നത്. ഇവരുടെ ജനന ഉദ്ദേശം തന്നെ രാവണനെ നിഗ്രഹിക്കുക എന്നതാണ് എന്ന് ദശരഥ മഹാരാജാവിനെ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. ഇത് കേൾക്കുന്ന ദശരഥൻ സന്തോഷത്തോടുകൂടി വിശ്വാമിത്രൻ്റെ കൂടെ ഇവരെ 2 പേരെയും പറഞ്ഞയക്കുന്നു. അങ്ങനെ പറഞ്ഞയക്കുന്ന ആ കുട്ടികൾക്ക് വിശപ്പും ദാഹവും ഒന്നും അറിയാതിരിക്കാനായി ബല എന്നും അതിബല എന്നും 2 മന്ത്രങ്ങൾ വിശ്വാമിത്രൻ ഉപദേശിച്ചു കൊടുക്കുകയാണ്. രാജകുമാരന്മാർക്ക് രാജകൊട്ടാരത്തിൽ എന്തിനെങ്കിലും വിഷമമുണ്ടോ? സകല സുഖ സൗകര്യങ്ങളോടും കൂടി ജീവിക്കുന്ന അവർ കാനനത്തിൽ പോയി അലഞ്ഞു തിരിയേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ വിശ്വാമിത്രനോടൊപ്പം അങ്ങനെ പോയ ആ ശ്രീരാമനും ലക്ഷ്മണനും വിശ്വാമിത്ര മഹർഷി ആ വിശപ്പും ദാഹവും അറിയാതിരിക്കാനായിട്ട് ഉപദേശിച്ചു കൊടുക്കുന്ന 2 മന്ത്രങ്ങളാണ് ബലയും അതിബലയും. അതുകൊണ്ട് അവർ വിഷമങ്ങളൊന്നും അറിഞ്ഞില്ല എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ താടകാവധം,
അതുപോലെ യാഗരക്ഷ, പിന്നെ വിശേഷപ്പെട്ട അസ്ത്രങ്ങളൊക്കെ വിശ്വാമിത്രൻ ഇവർക്ക് ദാനം ചെയ്യുന്നു. ഇത്രയുമാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോദണ്ഡി എന്ന് പറഞ്ഞാൽ കോദണ്ഡം എന്ന വില്ല് ധരിച്ച് കൗശികൻ്റെ ക്രതുവരം, ക്രതു എന്നാൽ യാഗമാണ്, വരം ശ്രേഷ്ഠം, അവിതും രക്ഷിക്കുന്നതിനായിട്ട് ലക്ഷ്മണേന അനുയാത, ലക്ഷ്മണനാൽ അനുധാവനം ചെയ്യപ്പെട്ട്, അനുയാതനായി, അതായത് ലക്ഷ്മണനോട് കൂടി എന്നേ അർത്ഥമുള്ളൂ. ആ വിശ്വാമിത്രൻ്റെ ശ്രേഷ്ഠമായ യാഗം രക്ഷിക്കുന്നതിനായി കോദണ്ഡം എന്ന വില്ലും ധരിച്ച് ശ്രീരാമൻ പുറപ്പെടുകയാണ്. യാതഃ ഭൂയഃ താതവാച മുനികഥിതമനു ദ്വന്ദ്വ ശാന്താത്വഖേദഃ. അങ്ങനെ ദ്വന്ദ്വം എന്നാൽ രണ്ടാണ്. യാതഃ പുറപ്പെട്ടു, താതവാച താതൻ്റെ വാക്കിനാൽ, അതായത് അച്ഛൻ്റെ അനുവാദത്തോടു കൂടി പോയി എന്നേ അർത്ഥമുള്ളൂ. മുനി കഥിതം എന്ന് പറഞ്ഞാൽ മുനി പറഞ്ഞതനുസരിച്ച്. അനുദ്വന്ദ്വ ശാന്താത്വഖേദഃ, ആ മുനി പറഞ്ഞു കൊടുത്ത രണ്ട് മന്ത്രങ്ങൾ, ദ്വന്ദ്വം രണ്ട്, ശാന്ത അധ്വഖേദ, ശാന്താധ്വഖേദഃ എന്ന് പറഞ്ഞാൽ ഖേദമൊന്നും അറിഞ്ഞില്ല. എന്തുകൊണ്ടാണ്? രണ്ട് മന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തു, വിശപ്പും ദാഹവും അറിയാതിരിക്കാനായി. അതുകൊണ്ട് തന്നെ മറ്റ് വിഷമങ്ങളൊന്നും ഈ കാനനത്തിൽ അനുഭവപ്പെട്ടില്ല എന്നാണ് അർത്ഥം. നൃണാം ത്രാണായ, നൃണാം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ, നരാണാം എന്നുള്ള വാക്കിനെയാണ് നൃണാം. അപ്പോൾ മനുഷ്യന്മാർ, ഇവിടെ മനുഷ്യന്മാരെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് തപസ് ചെയ്യുന്ന താപസന്മാരെയും മഹർഷിമാരെ ഉദ്ദേശിച്ചാണ്. ആ കാട്ടിൽ അനേകം മഹർഷിമാർ തപസ് ചെയ്യുന്നുണ്ടായിരുന്നു, യാഗം നടത്തുന്നുണ്ടായിരുന്നു. ത്രാണായ, അവരെ രക്ഷിക്കുന്നതിനായി, ആ മനുഷ്യരുടെ രക്ഷയ്ക്കായി, താപസന്മാരുടെ മുനിമാരുടെ രക്ഷയ്ക്കായി ബാണൈർ മുനിവചന ബലാത്, അപ്പോൾ ബാണൈഹി ബാണങ്ങളാൽ, മുനിവചന ബലാത് താടകാം പാടയിത്വ, താടകയെ വധിച്ചു. എന്തുകൊണ്ടാണ് ബലാത് താടകാം പാടയിത്വ എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ സ്ത്രീ ഹത്യ പാപമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് താടകയെ വധിക്കാൻ പറഞ്ഞെങ്കിലും ശ്രീരാമൻ ആദ്യം ഒന്ന് മടിച്ചു നിന്നു. അതിനുശേഷം മുനി പറയുകയാണ്, ഇങ്ങനെ ദ്രോഹിക്കുന്ന രാക്ഷസന്മാരെയും രാക്ഷസികളെയും ഒന്നും വധിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞ് ശ്രീരാമനെ മനസ്സിലാക്കുന്നു. അതോടുകൂടി ശ്രീരാമൻ താടകയെ വധിക്കുന്നു. അതിൽ സന്തുഷ്ടനായിട്ട് ലബ്ധ്വാ ലഭിക്കുന്നു. എന്താണ് ലഭിക്കുന്നത്? അസ്മാത് അസ്ത്രജാലം. അസ്മാത് ഈ താടകയെ വധിച്ചത് ഹേതുവായിട്ട്, അത് ഹേതുവായിട്ട്, അല്ലെങ്കിൽ അതിങ്കൽ നിന്ന്, ഇവിടെ ഹേതുവായിട്ട് എന്നുള്ളതാണ്. താടകയെ വധിച്ചതുകൊണ്ട് അസ്ത്രജാലം കൊടുക്കുകയാണ്. മുനിവനമകമോ ദേവസിദ്ധാശ്രമാഖ്യം. മുനിവനം എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ വിശ്വാമിത്ര മുനിയുടെ സിദ്ധാശ്രമം എന്നു പേരുള്ള ആ തപോവനത്തിലേക്ക് അഗമഹ പോയി എന്നർത്ഥം. അല്ലയോ ഭഗവാനെ, അങ്ങ് ആ സിദ്ധാശ്രമത്തിലേക്ക് പോയി, അവിടെ എത്തിച്ചേർന്നു എന്നർത്ഥം. ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം നോക്കാം. മാരീചം ദ്രാവയിത്വ മഖശിരസി ശരൈരന്യരക്ഷാംസി നിഘ്നൻ കല്യാം കുർവന്നഹല്യാം പതിപദരജസ പ്രാപ്യ വൈദേഹഗേഹം ഭിന്ദാനശ്ചന്ദ്രചൂഡം ധനുരവനിസുതാം ഇന്ദിരാമേവ ലബ്ധ്വാ രാജ്യം പ്രാതിഷ്ഠധാസ്ത്വം ത്രിഭിരപി ച സമം ഭ്രാതൃവീരൈ സദാരൈ. ഇവിടെ മാരീച നിഗ്രഹം. മാരീചനെ കൊല്ലുന്നില്ല, മാരീചൻ ദ്രാവയിത്വ ഓടിക്കുകയായിരുന്നു. മാരീചം ദ്രാവയിത്വ മഖശിരസി ശരൈഹി അന്യരക്ഷാംസി നിഘ്നൻ കല്യാം കുർവൻ അഹല്യാം പതി പദരജസ പ്രാപ്യ വൈദേഹഗേഹം ഭിന്ദാനഃ ചാന്ദ്രചൂഡം ധനുരവനിസുതാം ഇന്ദിരാം ഏവ ലബ്ധ്വാ രാജ്യം പ്രാതിഷ്ഠധാഃ ത്വം ത്രിഭിः അപിയാണ് ത്രിഭിരപി ച സമം ഭ്രാതൃവീരൈഃ സദാരൈഃ. മാരീചം ദ്രാവയിത്വ, മാരീചനെ ഓടിച്ചിട്ട്, ഇവിടെ ഓടിച്ചിട്ട് എന്ന് പറയാൻ
ഈ വിശ്വാമിത്രൻ്റെ യാഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അദ്ദേഹം യാഗം യജിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാരീചനും സുബാഹുവും എന്നീ രാക്ഷസന്മാർ രണ്ടുപേരും വരികയാണ്. അതിൽ സുബാഹുവിനെ അസ്ത്രം എയ്ത് വധിക്കുന്നു. ആ സമയത്ത് മാരീചൻ ഓടി രക്ഷപ്പെടുകയാണ്. മാരീചൻ്റെ പുറകെ അസ്ത്രവും. മാരീചന് ശ്രീരാമചന്ദ്രനോട് അടങ്ങാത്ത ഭക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓടി 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 ഈ ഭഗവാന്റെ കാൽക്കൽ തന്നെ വന്ന് ശരണം പ്രാപിക്കുകയും ഭഗവാന്റെ ഭക്തനായി അങ്ങനെ ശിഷ്ടകാലം കഴിച്ചുകൂടുകയും ചെയ്യുകയാണ്. ആ മാരീചനാണ് പിന്നീട് പൊന്മാനായി വരുന്നത്. അപ്പോൾ ആ ഭഗവത് ഭക്തനായി മാറുന്ന മാരീചനെയാണ് പിന്നീട് നാം രാമായണത്തിൽ കാണുന്നത്. ഇവിടെ മാരീചം ദ്രാവയിത്വ, മാരീചനെ ഓടിക്കുന്നു. മഖശിരസി എന്ന് പറഞ്ഞിരിക്കുന്നത് മഖം യാഗമാണ്. അതായത് വിശ്വാമിത്രൻ വീണ്ടും യാഗം ആരംഭിച്ചപ്പോൾ ശരൈഹി, ആ ശരങ്ങളാൽ അന്യരക്ഷാംസി എന്ന് പറഞ്ഞിരിക്കുന്ന മറ്റ് രാക്ഷസന്മാരെ, അന്യരാക്ഷസന്മാരെ നിഘ്നൻ വധിച്ചിട്ട് കല്യാം കുർവൻ അഹല്യാം പതി പദരജസ, കല്ലായി കിടന്ന, കുർവൻ എന്ന് പറഞ്ഞാൽ ചെയ്തു എന്നുള്ളതാണ്, അഹല്യാം അഹല്യയെ, പതി വഴിയിൽ, പദരജസ പദം കാലാണ്, രജസ് പൊടിയാണ്. ആ തൃക്കാലിൽ ഉണ്ടായിരുന്ന പൊടി തൊട്ടപ്പോഴേ, ആ ഭഗവാന്റെ തൃക്കാലിൽ ഉണ്ടായിരുന്ന ആ പൊടി, മണ്ണ്, ആ മണ്ണിൻ്റെ, അതായത് പാദം കൊണ്ട് പോലും തൊടേണ്ട ആവശ്യമെന്നില്ല, ഭഗവാന്റെ ദേഹത്ത് സ്പർശിച്ച ആ പുഴി, അതിൻ്റെ ഒരു സ്പർശം കൊണ്ട് മാത്രം ഇവിടെ അഹല്യയ്ക്ക് മോക്ഷം കൊടുക്കുകയാണ്. കല്യാം കുർവൻ അഹല്യാം പതി പദരജസ പ്രാപ്യ. പിന്നീട് ആ അഹല്യയ്ക്ക് മോക്ഷം കൊടുത്തതിന് ശേഷം പ്രാപ്യ വൈദേഹഗേഹം, വിദേഹത്തിലേക്ക് പോകുന്നു. വിദേഹ രാജാവിൻ്റെ അടുത്ത് ചെന്ന് അവിടെ എത്തുന്നതിനെയാണ് പ്രാപിച്ചു. വിദേഹഗേഹം എന്ന് പറഞ്ഞിരിക്കുന്നത് വിദേഹ രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തുന്നു. ഇനി ഭിന്ദാനഹ, ഭേദിച്ചു എന്നാണ് ഭിന്ദാനഹ. ചന്ദ്രചൂടൻ ഭഗവാൻ മഹേശ്വരനാണ്. മഹേശ്വരൻ്റെ ആ ശൈവചാപം ഭേദിച്ചു, ഖണ്ഡിച്ചു. എന്നിട്ടോ ധനുഹു അവനി സുതാം ഇന്ദിരാമേവ ലബ്ധ്വ. ആ ശൈവചാപം ഖണ്ഡിച്ചത് കൊണ്ട് എന്താണ് ലഭിച്ചത്? അവനി സുത, അതായത് ഭൂമി ദേവി. ഇവിടെ ലക്ഷ്മി ദേവിയുടെ അവതാരമായ ഭൂമി ദേവിയെ ലഭിക്കുകയാണ്, സീതാദേവിയെ ലഭിക്കുകയാണ്. നമുക്കറിയാം അയോനിജയായി ജനിക്കുന്നതാണ് സീതാദേവി. ഇത് സീതാ സ്വയംവരത്തിൽ അതുപോലെ തന്നെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. രാമായണ കഥയിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പം വേണ്ടവർക്ക് വീണ്ടും ആ കഥ ഒന്നുകൂടെ കേൾക്കാവുന്നതാണ്. എത്ര കേട്ടാലും മതിവരാത്ത കഥകളാണ് രാമായണത്തിലെ. പ്രത്യേകിച്ചും രാമായണ കഥയിലെ സീതാ സ്വയംവരമൊക്കെ നമ്മൾ, അതുപോലെ ബാലകാണ്ഡം, പുത്രകാമേഷ്ടിയാഗം, അവതാരമൊക്കെ കേട്ടാൽ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ വീട്ടിൽ ഐശ്വര്യത്തിനുമൊക്കെ വളരെ വിശേഷമാണ്. അതുകൊണ്ട് സമയം കിട്ടുമ്പോൾ കേൾക്കുന്നത് വളരെ വിശേഷമാണ്. ഇവിടെ ഭിന്ദാനഹ ചന്ദ്രചൂഡം എന്ന് പറഞ്ഞാൽ ആ ചന്ദ്രചൂഡൻ്റെ, അതായത് ഭഗവാൻ മഹേശ്വരനാൽ കൊടുക്കപ്പെട്ട ആ വില്ല് ഭേദിച്ചിട്ട് ഖണ്ഡിച്ചിട്ട് അവനിസുതയായ സീതാദേവിയെ സ്വീകരിക്കുന്നു. ഇവിടെ സീതാദേവി ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ വളർന്നു വരികയാണ്. സിതം എന്ന് പറഞ്ഞാൽ ഉഴവു ചാലിൽ നിന്നും കിട്ടിയതായതുകൊണ്ടാണ്, സിതത്തിൽ നിന്നും ലഭിച്ചതുകൊണ്ടാണ് സീതാദേവി എന്ന പേര് ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ സീതാദേവി മറ്റു മക്കളുടെ കൂടെ അങ്ങനെ വളർന്നു വരുമ്പോൾ ഒരു ദിവസം നാരദൻ അവിടെ ചെല്ലുകയും നാരദൻ ജനക മഹാരാജാവിനോട് പറയുകയും ചെയ്യുകയാണ്, ഈ സീതാദേവി ലക്ഷ്മി ദേവിയുടെ തന്നെ അവതാരമാണെന്നും ത്രേതായുഗത്തിൽ ശ്രീരാമൻ ആയിട്ട് മഹാവിഷ്ണു അവതാരമെടുക്കുമ്പോൾ ഈ സീതാദേവിയെ ശ്രീരാമന് കൊടുക്കണമെന്നും ജനക മഹാരാജാവിനെ പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ജനക മഹാരാജാവ് ആലോചിക്കുകയാണ്, ശ്രീരാമചന്ദ്രന് തന്നെ സീതാദേവിയെ കൊടുക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ആണ് ഈ മഹാദേവനാൽ കൊടുക്കപ്പെട്ട, മഹാദേവനിൽ നിന്ന് ലഭിച്ച ആ വില്ല് മുറിക്കുന്നവന് മാത്രമേ സീതാദേവിയെ സ്വീകരിക്കാനുള്ള അർഹതയുള്ളൂ എന്നൊരു നിബന്ധന ഉണ്ടാക്കി വയ്ക്കുകയാണ്. അങ്ങനെയാണ് ഈ ശൈവചാപം ഖണ്ഡിക്കാനായി ശ്രീരാമൻ വിശ്വാമിത്രനോട് കൂടി അവിടെ എത്തുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിലുള്ള അഹല്യാമോക്ഷവും സീതാ സ്വയംവരവും എല്ലാം രാമായണ കഥയിൽ ബാലകാണ്ഡത്തിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, നോക്കി വേണ്ടവർ
വേണ്ടവരെല്ലാം നിശ്ചയമായും കേൾക്കുന്നത് വളരെ വിശേഷമാണ്. അങ്ങനെ ഈ സീതാദേവി വളരെ സന്തുഷ്ടയാവുകയാണ്. ആ മറ്റുള്ള രാജാക്കന്മാരൊക്കെ വന്നങ്ങനെ ഒന്ന് തൊടാൻ പോലും ആകാതെ, ഈ വില്ലെടുത്ത് പൊക്കാനാകാതെ അങ്ങനെ ഇരിക്കുമ്പോൾ ശ്രീരാമൻ വരുന്നു. അതായത് പല പേർ കൂടി ചുമന്നുകൊണ്ട് വരുന്ന, ഹുങ്കാര ശബ്ദത്തോടു കൂടി ചുമന്നുകൊണ്ട് വരുന്ന ഈ വില്ല് ശ്രീരാമൻ ചെന്ന് വന്നിച്ച് ഒരു വിരൽ കൊണ്ടെടുത്ത് പൊക്കി, അത്ര നിഷ്പ്രയാസം എടുത്ത് പൊക്കി ഒടിച്ചു കളയുകയാണ്. അതായത് കുലയ്ക്കുമ്പോഴേക്കും അത് മുറിഞ്ഞ് താഴെ വീഴുകയാണ്. അപ്പോൾ വന്ന് ചോദിക്കുന്നുണ്ട്, ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ടു വന്നിച്ചീടിനാൻ. വില്ലെടുക്കാമോ കുലച്ചീടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട, കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ. അങ്ങനെ ആ വിശ്വാമിത്രൻ്റെ അനുഗ്രഹത്തോടുകൂടി വില്ലെടുത്ത് മുറിക്കുന്നു. പക്ഷേ ഇത് വില്ല് മുറിക്കുന്ന സമയത്ത് ആകാശത്തുനിന്ന് ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തുന്നു. അതുപോലെ തന്നെ മറ്റ് അപ്സരസ്സുകൾ, കിന്നരന്മാർ, ഗന്ധർവന്മാർ, വിദ്യാപതിമാർ, അങ്ങനെ അവരെല്ലാവരും പാട്ടും ആട്ടവും കൂത്തുമൊക്കെ ആയിട്ട് വളരെയധികം സന്തോഷത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വളരെയധികം ഉത്സാഹമായി. ആ വിശ്വേശ്വരൻ്റെ മഹാദേവൻ കൊടുത്ത ആ വില്ല് മുറിച്ച് ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ അങ്ങനെ സ്വയംവരം ചെയ്യുന്നത്, അതായത് പാണിഗ്രഹണം ചെയ്യുന്നത് കാണാൻ എല്ലാവരും അവിടെ സന്നിഹിതരായി എന്നാണ്. മൈഥിലി ആവട്ടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെപ്പോലെ. അതുപോലെ നടുങ്ങി രാജാക്കന്മാർ, ഉരകം പാമ്പാണ്, പാമ്പുകളെ പോലെ നടുങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ. മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ, കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും. നമുക്കറിയാം മയിൽപേട എപ്പോഴാണ് ഡാൻസ് ചെയ്യുന്നത്? മഴക്കാറ് നോക്കി നിന്ന മാനത്ത് മഴക്കാറ് കാണുമ്പോഴാണ്. അതായത് വളരെ കാലമായി ഇങ്ങനെ മഴ പെയ്യാതിരുന്ന് മഴ പെയ്യും എന്നുള്ള തോന്നൽ വരുമ്പോഴാണ്, ആ മേഘങ്ങൾ കാണുമ്പോഴാണ് മയിലുകൾ നൃത്തം ചെയ്യുന്നത്, പീലിയൊക്കെ ഉയർത്തി. അതുപോലെ മൈഥിലിക്കും സന്തോഷമുണ്ടായി എന്നാണ് ശ്രീരാമചന്ദ്രൻ വില്ലൊടിച്ചു കഴിഞ്ഞപ്പോൾ. ആദ്യം ശ്രീരാമചന്ദ്രനെ ജനക മഹാരാജാവ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നു. അതിനുശേഷം മാലയൊക്കെ കൊടുത്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാല ചാർത്തുന്നു. അത് കഴിഞ്ഞ ഉടനെ ജനക മഹാരാജാവ് മറ്റ് മുനിമാരുടെ എല്ലാം, അതായത് വിശ്വാമിത്ര മഹർഷിയുടെ അനുഗ്രഹത്തോടു കൂടി ആശീർവാദത്തോടു കൂടി അയോധ്യയിലേക്ക് ഒരു സന്ദേശം അയക്കുകയാണ്. ഇങ്ങനെ ശ്രീരാമചന്ദ്രനുമായിട്ടുള്ള വിവാഹം വളരെ വിപുലമായ തോതിൽ ആഘോഷത്തോടെ നടത്തുന്നതിനായിട്ട് സന്ദേശം അയക്കുന്നു. അയോധ്യയിൽ നിന്ന് മറ്റ് ബന്ധുജനങ്ങൾ, അതായത് ദശരഥ മഹാരാജാവ്, പത്നിമാർ, അതായത് കുമാരന്മാരുടെ അമ്മമാർ, സഹോദരന്മാർ, എല്ലാവരും പൗരജനങ്ങളോടുകൂടി വിവാഹ ആഘോഷത്തിന് എത്തിച്ചേരുന്നു. അവരെല്ലാം ആദരപൂർവ്വം സൽക്കരിച്ച് വിവാഹം വളരെ മോടിയായി ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു. അപ്പോൾ ജനക മഹാരാജാവ് പറയുകയാണ്, എനിക്ക് 3 കന്യകമാർ സീതയെ കൂടാതെ ഉണ്ട്. അങ്ങേക്കും 3 പുത്രന്മാരുണ്ടല്ലോ, നമുക്കിവരെ 3 പേരെയും മറ്റു 3 കുമാരന്മാർക്കുമായി കൊടുത്താലോ എന്ന് ചോദിച്ച് വിവാഹം അവരുടെ, അതായത് 4 കുമാരന്മാരും അന്ന് വിവാഹിതരാവുകയാണ്. ഇവിടെ അതായത് രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: കാമ്യാംഗിമാരാം ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരത ശത്രുഘ്നന്മാർ തമ്മുടെ പത്നിമാരായി ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണകുമാരനും. അത് പറഞ്ഞു കഴിഞ്ഞ് കാമ്യാംഗിമാരാം ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരത ശത്രുഘ്നന്മാർ തമ്മുടെ പത്നിമാരായി. ആദ്യം ശ്രുതകീർത്തി എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഭരതൻ ശ്രുതകീർത്തിയെയും, ശത്രുഘ്നന്മാർ അതായത് ശത്രുഘ്നൻ എന്ന പേര് പിന്നെയും മാണ്ഡവി ശത്രുഘ്നനും, അത് അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതായത് ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണകുമാരനും കാമ്യാംഗിമാരാം ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരത ശത്രുഘ്നന്മാർ തമ്മുടെ പത്നിമാരായി. ഇങ്ങനെയാണ്. അപ്പോൾ ആ 3 കുമാരിമാരെയും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും വിവാഹം കഴിക്കുന്നു. ശ്രീരാമൻ സീതാദേവിയെയും വിവാഹം കഴിക്കുന്നു. അപ്പോൾ
ഇത്രയുമാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇന്ദിരാമേവ ലബ്ധ്വ അവനി സുതാം ഇന്ദിരാം, ഇന്ദിര എന്ന ആ ഇന്ദിരാം ഏവ, ഇന്ദിര എന്ന അതായത് അവനി സുതയായ ഭൂമിദേവിയായ ഇന്ദിരാദേവി, ആ ദേവിയെ ലബ്ധ്വ ലഭിച്ചിട്ട്, ഭൂമിപുത്രി ആയ സീതാദേവി അതായത് ലക്ഷ്മി ദേവിയെ തന്നെ ഭാര്യയായി ലഭിച്ചിട്ട്, രാജ്യം പ്രാതിഷ്ഠധാസ്ത്വം ത്രിഭിരപി ച സമം ഭ്രാതൃവീരൈ സദാരൈ. രാജ്യം പ്രാതിഷ്ഠതാഹ ത്വം, അവിടുന്ന് രാജ്യത്തേക്ക് തിരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാജ്യം ഇവിടെ അയോധ്യയിലേക്ക് തിരിച്ചു. എങ്ങനെയാണ് തിരിച്ചത്? ത്രിഭിരഭി ച സമം ഭ്രാതൃവീരൈ സദാരൈഹി. സദാരൈഹി, ദാരങ്ങൾ ഭാര്യമാരാണ്. അപ്പോൾ ഇവിടെ ഭ്രാതൃവീരന്മാർ 3 സഹോദരന്മാരോടും അവരുടെ ഭാര്യമാരോടും കൂടി രാജ്യം പ്രാതിഷ്ഠതാഹ, ആ സ്വരാജ്യത്തേക്ക് തിരിച്ചു എന്ന് വരെയാണ് ഈ 3-ാമത്തെ ശ്ലോകത്തിലുള്ളത്. അപ്പോൾ സ്വയംവരം കഴിഞ്ഞു, ഭാര്യമാരോടും സഹോദരന്മാരോടും കൂടി മറ്റു ബന്ധുജനങ്ങളോടും കൂടി സ്വന്തം രാജ്യത്തേക്ക് തിരിക്കുന്നു. ഇനി 4-ാമത്തെ ശ്ലോകത്തിൽ വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത് അവിടെ പരശുരാമനെ ജയിക്കുന്നതും, ആ പരശുരാമൻ്റെ ഗർഭശമനമൊക്കെ നമുക്കറിയാവുന്നതാണ്. അയോധ്യ രാജ്യത്തിൽ എത്തിച്ചേരുന്നത്, അവിടുന്ന് ഭരതശത്രുഘ്നന്മാർ തൻ്റെ അമ്മാവനായ കേകയ രാജ്യത്തിലേക്ക്, അമ്മാവൻ എന്ന് പറഞ്ഞാൽ കേകയ രാജ്യത്ത് കൈകേയിയുടെ സഹോദരനാണ്, കേകയ രാജ്യത്തേക്ക് പോകുന്നതും അതിനുശേഷം ശ്രീരാമന് യുവരാജാവായി അഭിഷേകം ചെയ്യാനുള്ള ഒരുക്കം നടക്കുന്നതും മന്ധര വന്നത് തടസ്സപ്പെടുത്തുന്നതുമൊക്കെയാണ് ഈ 4-ാമത്തെ ശ്ലോകം കൊണ്ട് ശ്രീ മേൽപ്പത്തൂർ ഉദ്ദേശിച്ചിരിക്കുന്നതും വർണ്ണിച്ചിരിക്കുന്നതും. നമുക്ക് നോക്കാം. ആരുന്ധാനേ രുഷാന്ധേ ഭൃഗുകുലതിലകേ സംക്രമയ്യ സ്വദേശോ യാതേ യാതോസ്യയോധ്യാം സുഖമിഹ നിവസൻ കാന്തയാ കാന്തമൂർത്തേ ശത്രുഘ്നേനൈകദാധോ ഗതവതി ഭാരതേ മാതുലസ്യാധിവാസം താതാരബ്ധോഭിഷേക തവ കില വിഹത കേകയാധീശപുത്ര്യ. ആരുന്ധാനേ രുഷാന്ധേ ഭൃഗുകുലതിലകേ സംക്രമയ്യ സ്വതേജോ യാതേ യാതഃ അസ്യ അയോധ്യാം സുഖമിഹ നിവസൻ കാന്തയാ കാന്തമൂർത്തേ ശത്രുഘ്നേന ഏകദാ അഥ ഗതവതി ഭരതേ മാതുലസ്യ അധിവാസം താതാരബ്ധഃ അഭിഷേകഃ തവ കില വിഹതഃ കേകയാധീശപുത്ര്യാ. കേകയാധീശപുത്ര്യാഹ. ആരുന്ധാനെ എന്ന് പറഞ്ഞാൽ ഇവിടെ തടഞ്ഞു. രുഷാന്ധേ, രുഷ എന്ന് പറഞ്ഞാൽ കോപം കൊണ്ട് അന്ധനായി തീർന്ന, അതായത് വർദ്ധിച്ച കോപത്തോടു കൂടി. ആരാണ് തടഞ്ഞത്? ഭൃഗുകുലതിലകേ, ഭൃഗുകുലത്തിന് തിലകമായ ആ ഭാർഗവരാമൻ. ഇവരെ, അതായത് അയോധ്യയിലേക്ക് തിരിച്ച അവർ എല്ലാവരെയും, ആ ശ്രീരാമനെയും സഹോദരന്മാരെയും മറ്റ് എല്ലാവരും ഉണ്ടല്ലോ, വിവാഹം കഴിഞ്ഞ് മടങ്ങുന്ന ദശരഥ മഹാരാജാവുണ്ട്, പത്നിമാരുണ്ട്, ബന്ധുജനങ്ങളുണ്ട്, മുനിമാരുണ്ട്, അതുപോലെ പൗരജനങ്ങളുണ്ട്. അവരെല്ലാവരും യാത്ര തിരിച്ചു. രാമായണത്തിൽ പറഞ്ഞിരിക്കുന്ന യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ദുർനിമിത്തങ്ങൾ കണ്ടു തുടങ്ങി. അപ്പോൾ കാരണം ആരാഞ്ഞ ആ ദശരഥനോട് മുനി പറയുകയാണ്, കൗശികൻ, വിശ്വാമിത്ര മുനി പറയുകയാണ്, സാരമില്ല, ദുർനിമിത്തങ്ങളൊക്കെ കാണുന്നത് അത് തുടക്കത്തിലുള്ളതേ ഉള്ളൂ, അതെല്ലാം മംഗളമായി പരിണമിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ഭഗവാൻ പതുക്കെ പുഞ്ചിരിച്ചുകൊണ്ട് എന്തു വന്നാലും നേരിടാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് മുന്നോട്ട് നടക്കുന്ന അവരുടെ മുമ്പിലേക്ക് ആര് പ്രത്യക്ഷപ്പെടുന്നു? ശ്രീ ഭാർഗവരാമൻ വർദ്ധിച്ച കോപത്തോടെ ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ. ആരാണ് എന്താണെന്ന് ചോദിക്കുമ്പോൾ രാമനാണ് എന്ന് പറയുമ്പോൾ വേഗം ചോദിക്കുകയാണ് ഭാർഗവരാമനായ ശ്രീ പരശുരാമൻ. പരശുരാമനും ഭഗവാന്റെ അംശാവതാരം തന്നെയാണ്. ആ അംശാവതാരമായതുകൊണ്ട് തന്നെ ഭഗവാന്റെ എല്ലാ
വൈശിഷ്ട്യങ്ങളുമുള്ള അവതാരമാണ് അല്ലേ. അപ്പോൾ ആ പരശുരാമൻ ചോദിക്കുന്നുണ്ട്, ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനല്ലാതെ വേറെ ആരാണ് ഇവിടെ ഒരു രാമൻ, ആരാണ് രാമൻ എന്ന് ചോദിക്കുന്നുണ്ട്. രാമായണത്തിൽ അതും വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശ്രീരാമകുമാരനെയും മറ്റ് ബന്ധുജനങ്ങളെയും എല്ലാം കണ്ടു കഴിഞ്ഞ് അവരുടെ മുമ്പിൽ വെച്ചാണ് ദശരഥൻ വളരെ ഭക്തി ബഹുമാനങ്ങളോടുകൂടി താണു വണങ്ങുകയാണ്. കാർത്തവീരാരെ പരിത്രാഹിമാം തപോനിധേ മാർത്താണ്ഡകുലം പരിത്രാഹി കാരുണ്യാംബുധേ ക്ഷത്രിയാന്തക പരിത്രാഹിമാം ജമദഗ്നിപുത്ര മാം പരിത്രാഹി രേണുകാത്മജ വിഭോ പരശുപാണേ പരിപാലയ കുലം. അതായത് ദേഷ്യം വന്നാൽ കുലം തന്നെ മുടിച്ചു കളയും, അതുകൊണ്ട് പരിപാലയ, എൻ്റെ കുലം, എൻ്റെ വംശം രക്ഷിക്കണേ. രേണുകാപുത്ര പരമേശ്വരപ്രിയനാണ്. അപ്പോൾ ആ പരിപാലയ നിത്യം എന്ന് പറഞ്ഞ് താണു വണങ്ങുകയാണ് ദശരഥൻ. കാത്തുകൊള്ളുക തപോനിധേ എന്ന് പറയുമ്പോൾ ആ ഭൃഗുപതേ എന്ന് പറഞ്ഞ് അവിടുത്തെ ശരണം പ്രാപിക്കുന്നു എന്ന് പറയുന്ന ദശരഥൻ്റെ സ്തുതിയൊന്നും ഗൗനിക്കുന്നില്ല. വളരെ ദേഷ്യത്തോടു കൂടി അഗ്നി പോലെ കോപം കൊണ്ട് ജ്വലിക്കുകയായിരുന്നെന്നാണ്. ആ ജ്വലിക്കുന്ന മുഖത്തോടെയാണ് പറയുന്നത്, ഏത് രാമനാണ്, അതേത് ശ്രീരാമനാണ് ഞാനൊഴിഞ്ഞ് ഈ ഭുവനത്തിൽ വേറെ ഏത് ശ്രീരാമനാണ് എന്ന് ചോദിച്ച് ദേഷ്യത്തോടെ നിൽക്കുമ്പോൾ അതായത് മന്നവനായ ഭവാൻ ക്ഷത്രിയനാണെങ്കിലോ നെല്ലുനില്ലരക്ഷണം എന്നോട് യുദ്ധം ചെയ്യുവാനെന്നാണ് വേഗം പറയുന്നത്. പിന്നെയും പരശുരാമൻ പറയുന്നുണ്ട്, വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോകൾ, നീയല്ലോ ബലാൽ ശൈവജാപം ഖണ്ഡിച്ചത്. ആ ശൈവജാപം ഖണ്ഡിച്ചിട്ടാണല്ലോ ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എൻ്റെ കയ്യിലും ഉണ്ടൊരു ചാപം, പറ്റുമെങ്കിൽ അതായത് ഉണ്ടൊരു ജാപം വൈഷ്ണവം മഹാസാരം ക്ഷത്രിയ കുലജാതനാകിൽ നീ അതുകൊണ്ട് സത്വരം പ്രയോഗിക്കിൽ, എന്നോട് യുദ്ധം ഞാൻ നിന്നോട് യുദ്ധം ചെയ്യാം എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും പേടിക്കുന്നുണ്ട്. യുദ്ധം ചെയ്തില്ലെങ്കിൽ കൂട്ടത്തോടെ സംഹരിക്കുമെന്നാണ് പരശുരാമൻ പറയുന്നത്. ഇത് കേൾക്കുന്ന ദിക്കുകളെല്ലാം നടുങ്ങി വിറയ്ക്കുന്നു, പർവ്വതങ്ങൾ കുലുങ്ങുന്നു, അതുപോലെ സമുദ്രം ഇളകി മറിയുന്നു, ദിക്കുകളിലൊക്കെ അന്ധകാരം നിറയുന്നു, പ്രകൃതി വല്ലാതെ പേടിച്ചു പോയെന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു വളരെ ശാന്തനായിട്ട് ഇങ്ങനെ ചോദിച്ചു, അങ്ങേപ്പോലുള്ള ശ്രേഷ്ഠന്മാർ എന്നെപ്പോലുള്ള ഈ ബാലന്മാരോട് ഇങ്ങനെയെല്ലാം പെരുമാറാമോ? പെരുമാറിയാൽ എങ്ങനെയാണ്? ഞങ്ങൾക്ക് ആരാണ് മറ്റൊരാശ്രയമുള്ളത്? അങ്ങയുടെ കുലധർമ്മം വെടിഞ്ഞിങ്ങനെ പെരുമാറുന്നത് എന്താണ്? ക്ഷത്രിയ കുലത്തിൽ ജനിച്ചുവെങ്കിലും എനിക്ക് ആയുധപ്രയോഗം ഒന്നും വലിയ വശമില്ല, വലിയ സാമർഥ്യമില്ല, ഞാനത്ര സമർത്ഥനൊന്നുമല്ല, എനിക്ക് ശത്രുവെന്നോ മിത്രമെന്നോ ഉള്ള ഭേദമൊന്നും തിരിച്ചറിയാറായിട്ടില്ല, ഞാനൊരു ബാലകനല്ലേ. സാക്ഷാൽ കാലകാലനായ മഹാദേവന് പോലും അങ്ങയെ ധിക്കരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ പിന്നെ ഈ ബാലകനായ ഞാൻ എങ്ങനെ അങ്ങയോട് യുദ്ധം ചെയ്യാനാണ്? അങ്ങ് ആ വില്ലൊന്ന് തന്നേ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് മാത്രം എന്ന് പറഞ്ഞ് വില്ല് വാങ്ങിക്കാനായിട്ട് അവിടത്തേക്ക് ഇഷ്ടക്കേടുണ്ടാകണ്ട, അതുകൊണ്ട് തന്നോളൂ എന്ന് പറഞ്ഞ് കൈ നീട്ടും. ആ ശ്രീരാമൻ്റെ കൈകളിലേക്ക് ആ വൈഷ്ണവ ചാപം പരശുരാമൻ കൈമാറുമ്പോൾ പരശുരാമനിൽ ഉണ്ടായിരുന്ന ആ തേജസ് എല്ലാം, അതായത് മഹാവിഷ്ണുവിൻ്റെ ആ വൈഷ്ണവ തേജസ് എല്ലാം ശ്രീരാമനിലേക്ക് പകരുകയാണ്. അതാണ് ഈ ശ്ലോകത്തിൽ സംക്രമയ്യസ്വതേജോ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഭാർഗവരാമൻ വേഗം ഈ വില്ലങ്ങ് കൊടുത്തു. ആ വില്ല് കയ്യിൽ വാങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ശ്രീരാമനിൽ ആ തേജസ് എല്ലാം കൂടെ വന്നങ്ങ് സംക്രമിച്ച് ആ നിറഞ്ഞിട്ട് ശ്രീരാമൻ 14 ലോകങ്ങളിലും വ്യാപിക്കുന്നത്ര തേജസ്സോടുകൂടി വിളങ്ങിയെന്നാണ് പറഞ്ഞിരിക്കുന്നത് രാമായണത്തിൽ. ആ വില്ലെടുത്ത് കുലച്ചിട്ട് പരശുരാമനോട് ചോദിക്കുകയാണ് ശ്രീരാമൻ, ദയാനിധേ, അങ്ങെനിക്ക് ലക്ഷ്യം കാണിച്ചു തന്നാലും എൻ്റെ ഉന്നം ഒരിക്കലും പിഴക്കില്ല. ഞാൻ എവിടേക്കാണ് ഈ അസ്ത്രം അയക്കേണ്ടത്, അവിടുന്ന് എങ്ങോട്ടാണ് അയക്കേണ്ടതെന്ന് പറഞ്ഞു തന്നാലും. ഇത് കേട്ട ഉടനെ ഭാർഗവരാമൻ പറയുകയാണ്, അതായത് വളരെ വർദ്ധിച്ച സന്തോഷത്തോടെ ശ്രീരാമചന്ദ്രനെ നോക്കി പറഞ്ഞു, എനിക്ക് എൻ്റെ ജന്മം സഫലമായി. ഇപ്പോൾ പണ്ട് മഹാവിഷ്ണുവിനെ അതായത് കഠിന തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തുകയാണ് ഈ പരശുരാമൻ. അങ്ങനെ ഈ വില്ല് വൈഷ്ണവ ചാപം മഹാവിഷ്ണു സമ്മാനിക്കുന്നതാണ്. എന്നിട്ട് ഈ വില്ല് കൊടുത്തിട്ട് മഹാവിഷ്ണു ഇങ്ങനെ പറയുന്നുണ്ട്, അസ്ത്രവിദ്യയിൽ സാമർഥ്യമുള്ള ആ കാർത്തവീര്യാജനെ വധിക്കണം. ക്ഷത്രിയ രാജാവാണ്,
ഹേഹേൻ എന്ന ഈ പരശുരാമൻ്റെ പിതാവിനെ വധിക്കുന്ന കാർത്തവീര്യാർജുനെ വധിക്കാനാണ് ഈ പരശുരാമൻ്റെ അവതാരം തന്നെ. അപ്പോൾ ആ പിതാവിനെ വധിച്ച കാർത്തവീര്യാർജുനെ അത് വധിച്ച് 21 പ്രാവശ്യം ക്ഷത്രിയ വംശത്തെ നിഗ്രഹിച്ച എന്നാണ് പറയുന്നത്. എണ്ണിക്കൊണ്ടിരുപത്തൊന്നു പ്രാവശ്യം എണ്ണമില്ലാത്ത ക്ഷത്രിയ വംശത്തെ ദണ്ഡിപ്പിച്ച പരശുരാമാകൃതി കണ്ണിൽ കാണുമാറാകണം ഗോവിന്ദ. ഇങ്ങനെ നമ്മൾ നാമം ജപിക്കാറുണ്ടല്ലേ പരശുരാമ അവതാരത്തെക്കുറിച്ച്. അതുപോലെ ആ എണ്ണിക്കൊണ്ട് 21 പ്രാവശ്യം ക്ഷത്രിയ കുലം നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. ആ ക്ഷത്രിയന്മാരെ നിഗ്രഹിച്ചിട്ട് ആ ഭൂമി കശ്യപ പ്രജാപതിക്ക് ദാനം ചെയ്യാൻ പറഞ്ഞു. അതുപോലെ തന്നെ അതിനുശേഷം മഹാവിഷ്ണു പറയുകയാണ് അദ്ദേഹത്തെ ധ്യാനിച്ച്, അതായത് ഭഗവാനെ ധ്യാനിച്ച് കൽപ്പാന്തകാലം വരെ തപസ്സനുഷ്ഠിക്കണം. ത്രേതായുഗത്തിൽ ദശരഥപുത്രനായിട്ട് ഞാൻ വീണ്ടും മനുഷ്യയോനിയിൽ പിറക്കുമ്പോൾ ഈ വില്ല് ദാശരഥിക്ക് കൈമാറുന്നതോടെ അങ്ങയിലുള്ള ഈ വൈഷ്ണവ തേജസ്സും ഈ ശ്രീരാമനിലേക്ക് പകർന്നു കൊടുക്കണം. പിന്നെയും അബ്രഹ്മപ്രളയാന്തം വരെ എന്നെ സേവിച്ച് തപസ്സനുഷ്ഠിച്ച് കഴിഞ്ഞാലും എന്ന് പറഞ്ഞ് മഹാവിഷ്ണു അപ്രത്യക്ഷനാവുകയാണ്. അപ്പോൾ ഇവിടെ ഭാർഗവരാമൻ്റെ നിയോഗം കഴിഞ്ഞു. ഈ വില്ല് ശ്രീരാമന് കൈമാറുന്നതോടുകൂടി അതുപോലെ തന്നെ ആ വൈഷ്ണവ തേജസ്സും മഹാവിഷ്ണുവിൻ്റെ തേജസ്സും ശ്രീരാമനിലേക്ക് പകർന്നു നൽകിയിട്ട് ആ നിയോഗം അവസാനിപ്പിച്ച് ഭാർഗവരാമൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ജന്മം സഫലമായി എന്ന് പറഞ്ഞ് ശ്രീരാമനെ സ്തുതിക്കുകയാണ്. സാക്ഷാൽ മഹാവിഷ്ണു തന്നെയായ അങ്ങാണ് ദശരഥപുത്രനായി അവതരിച്ചതെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു പ്രഭു, എൻ്റെ ജന്മം ഇന്ന് സഫലമായി എന്ന് പറഞ്ഞ് മഹാവിഷ്ണുവിനെ നമസ്കരിച്ച് സ്തുതിച്ച് പരശുരാമൻ അനുഗ്രഹിച്ചിട്ട് പോവുകയാണ്. അതാണ് ഈ 4ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. ആരുന്ധാനെ രുഷാന്ധേ ഭൃഗുകുലതിലകെ സംക്രമയ്യ സ്വതേജോ, സംക്രമിപ്പിച്ചിട്ട് സ്വതേജോ തൻ്റെ തേജസ്, തന്നിലുണ്ടായിരുന്ന വൈഷ്ണവ തേജസ്, യാതേ, ഇവിടെ യാതേ എന്ന് പറഞ്ഞാൽ പോയി, ഭാർഗവരാമൻ പോയി. യാതോസി അയോധ്യാം, പിന്നെ യാതഹ അസി അയോധ്യാം, അവരും അയോധ്യയിലേക്ക് തിരിക്കുന്നു. സുഖമിഹ നിവസൻ, അവിടെ എത്തി എല്ലാവരും സുഖമായി. നിവസൻ താമസിച്ചു, അധിവസിച്ചു എന്ന്. കാന്തയാ, കാന്തയോടുകൂടി. കാന്ത ഇവിടെ സീതാദേവിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കാന്തമൂർത്തി, സുന്ദരമൂർത്തിയായ അല്ലയോ ഭഗവാനെ, ഇത് മേൽപ്പത്തൂർ പറയുന്ന അല്ലയോ ഭഗവാനെ, ആ മനോഹരമൂർത്തിയായ ആ സുന്ദരനായ ശ്രീരാമചന്ദ്രൻ തൻ്റെ ഭാര്യയോടുകൂടി സുഖമായി അയോധ്യയിൽ താമസിച്ചു. ശത്രുഘ്നേനൈകദാധോ, അധ ശത്രുഘ്നേന ഏകത ഒരിക്കൽ, പിന്നീട് ശത്രുഘ്നേനൈകദാധോ എന്ന് പറഞ്ഞാൽ അധ, ഏകത അധ, ഏകത എന്ന് പറഞ്ഞാൽ ഒരിക്കൽ എന്നാണ്. ഗതവതി, എങ്ങോട്ടാണ് പോയത്? ഗതവതി എന്ന് പറഞ്ഞാൽ പോയി. ഭരതേ, ശത്രുഘ്നൻ ഭരതനോടുകൂടി ഗതവതി പോയി. മാതുലസ്യാധിവാസം, മാതുലസ്യ അധിവാസം, മാതുലൻ അമ്മാവൻ്റെ കൂടെ താമസിക്കാനായി, അധിവസിക്കുന്നതിനായി പോയി എന്നാണ്. ഇനി അവിടെ താതാരബ്ധോഭിഷേകസ്തവ കില വിഹതഃ, വിഹതഃ എന്ന് പറഞ്ഞാൽ തടസ്സപ്പെട്ടു, തടയപ്പെട്ടു എന്നാണ്. കില വിഹതഃ, തടയപ്പെട്ടു. ആരാൽ തടയപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. കേകയാധീശപുത്രിയ, കേകയപുത്രിയാലാണ് തടയപ്പെട്ടത്. എന്താണ് തടയപ്പെട്ടത്? താതാരബ്ധ, ആ താതൻ ആരബ്ധ, അച്ഛൻ തുടങ്ങി വെച്ച അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ, തവ അങ്ങയെ അഭിഷേകം ചെയ്യാനായി അച്ഛനാൽ തുടങ്ങി വെച്ച ആ ഏർപ്പാടുകളെല്ലാം കിലവിഹതഃ തടയപ്പെട്ടു. കേകയാധീശപുത്രിയ, കേകയാധീശപുത്രി എന്ന് പറഞ്ഞിരിക്കുന്നത് കൈകേയിയാൽ തടയപ്പെട്ടു. ആ കഥയും നമുക്കറിയാമെന്ന് പറഞ്ഞാൽ കൈകേയി വളരെ സന്തോഷത്തോടുകൂടി, നമുക്കറിയാം ശ്രീരാമചന്ദ്രനെ ഭരതനേക്കാൾ വളരെ സ്നേഹിച്ചിരുന്നു. അതുപോലെ തന്നെ ശ്രീരാമനും സ്വന്തം അമ്മയായ കൗസല്യ അമ്മയേക്കാൾ കൂടുതൽ സ്നേഹിച്ചിരുന്നത് കൈകേയിയോടാണ്. ആ കൈകേയിയാണ് സ്നേഹിച്ചിരുന്നത്. അതുകൊണ്ട് നമുക്കറിയാം ആ കൈകേയിയാലാണ് അഭിഷേകം തടയപ്പെട്ടത്. അവിടെ സരസ്വതീ ദേവിയോട് ദേവന്മാർ പ്രാർത്ഥിച്ചതനുസരിച്ചാണ് സരസ്വതീ ദേവി മന്ധര എന്ന സ്ത്രീയുടെ നാവിൻ തുമ്പിൽ വന്നിരുന്ന് ആ
ഏഷണിയെല്ലാം പറഞ്ഞു കൊടുത്തല്ലേ. മൂഢേ, നീ ഇങ്ങനെ സന്തോഷിച്ചിരുന്നോ? ശ്രീരാമൻ അഭിഷേകം നടക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ കൈകേയി ആദ്യം പറയുന്നത് അതിനെന്താണ്, ശ്രീരാമനോട് എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളതാണ്. എനിക്ക് അതായത് കൗസല്യേക്കാൾ കൂടുതൽ ശ്രീരാമൻ എന്നെയാണ് സ്നേഹിക്കുന്നത്. എനിക്കും അങ്ങനെ തന്നെയാണ്, കുമാരനോട് എനിക്കും വളരെയേറെ സ്നേഹമുണ്ട്. അതുകൊണ്ട് അത് നല്ല കാര്യമല്ലേ എന്ന് ചോദിക്കുന്ന കൈകേയിയെ പറഞ്ഞ് തെറ്റിക്കുന്നത് മന്ധരയാണ് എന്ന് നമുക്കറിയാം. ശ്രീരാമൻ രാജാവായാൽ രാജമാതാവാകും കൗസല്യ, നീയോ അവരുടെ ദാസിയായിട്ട് അവർക്ക് ദാസ്യപ്പണി ചെയ്യേണ്ടി വരും എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ. കൈകേയി ചോദിക്കുന്നുണ്ട്, മൂഢേ നിനക്കെന്താണ് ഇങ്ങനെ അവരെ ഭയക്കാൻ? സർവ്വജനപ്രിയനല്ലേ എൻ്റെ പുത്രനായ രാമൻ, അവന് ആരോടും വൈരമില്ല, ശാന്തനാണ്, ദയാലുവാണ് എന്നൊക്കെ കൈകേയി പറയുന്നുണ്ട്. ഈ മന്ധര പറഞ്ഞ് വശത്താക്കിയാണ് ഈ കൈകേയിയെ കൊണ്ട് പറയിക്കുന്നത്. അവിടെ ദശരഥനെ ഒരു അതായത് ഹെൻപെക്ഡ് ഹസ്ബൻഡായിട്ടാണ് കാണിക്കുന്നത് ആ ഭാഗത്ത്. അതായത് പണ്ട് ദേവാസുര യുദ്ധത്തിൽ, അതായത് ദേവാസുര യുദ്ധം നടക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് ദശരഥൻ ദേവന്മാരെ സഹായിക്കാനായിട്ട് പോവുകയും യുദ്ധം നടക്കുന്നതിനിടയിൽ രഥത്തിൻ്റെ ആണി ഊരിപ്പോയപ്പോൾ അത് വകവയ്ക്കാതെ യുദ്ധം ചെയ്ത് മുന്നേറുന്ന ആ രഥത്തിൻ്റെ ആണി പോയ സ്ഥലത്ത് കൈകേയി തൻ്റെ വിരൽ കടത്തി വെച്ചു ആണിക്ക് പകരം. അങ്ങനെ യുദ്ധം കഴിയുന്നത് വരെ ആ രഥത്തെ സംരക്ഷിച്ച്, രഥത്തിൻ്റെ ചക്രം ഊരിപ്പോകാതെ ആണിക്ക് പകരം തൻ്റെ കൈവിരൽ ഉപയോഗിച്ച് ചക്രം ഊരിപ്പോകാതെ സംരക്ഷിച്ചുവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്ന് ഈ യുദ്ധത്തിന് ശേഷം ഇതറിഞ്ഞ ദശരഥൻ വളരെയധികം സന്തുഷ്ടനായി സന്തോഷത്തോടെ നിനക്ക് 2 വരം ഞാൻ തരുന്നുണ്ട് എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ വരവൊന്നും വേണ്ട, ഞാൻ ആവശ്യമുള്ളപ്പോൾ ചോദിച്ചോളാം എന്ന് പറഞ്ഞ് കൈകേയി ആ അന്ന് പ്രോമിസ് ചെയ്ത ആ വരമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ആ 2 വരങ്ങളായിട്ടാണ് ശ്രീരാമനെ വനത്തിൽ അയക്കണമെന്നും അതുപോലെ തന്നെ ഭരതനെ രാജാവായി വാഴിക്കണമെന്നും ആവശ്യപ്പെടുന്നത്. അപ്പോൾ ശ്രീരാമൻ പറയുന്നുണ്ട്, അമ്മേ എനിക്ക് ഈ രാജ്യഭാരമൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എനിക്ക് വനത്തിൽ പോയി പാർക്കുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറയുന്നുണ്ട്. അന്നേരം വനത്തിന് പോയില്ലെങ്കിൽ പിന്നെ രാവണനെ നിഗ്രഹിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ദേവന്മാർ ഇങ്ങനെ ഒരു കാര്യം സരസ്വതീ ദേവിയോട് അഭ്യർത്ഥിച്ച് മന്ധരയുടെ നാവിന്മേലിരുന്ന് കൈകേയിയെ കൊണ്ട് ഇത് പറയിക്കുന്നത്. നമുക്കറിയാം നാവിന്മേൽ വന്ന് വിളങ്ങുന്നത് സരസ്വതീ ദേവിയാണ്. ആ സരസ്വതീ ദേവിയാണ് ഇതെല്ലാം പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ മുമ്പിൽ കൈകേയിയും മന്ധരയും എല്ലാം കുറ്റക്കാരാണ് അല്ലേ. അപ്പോൾ ആ അഭിഷേകം മുടങ്ങുകയാണ് ഈ ശ്ലോകത്തിൽ. താതാരബ്ധോഭിഷേകസ്തവ കില വിഹത കേകയാധീശപുത്രിയ. അങ്ങനെ ആ കേകയാധീശപുത്രിയായ കൈകേയിയാൽ അഭിഷേക ആരംഭം എല്ലാം മുടങ്ങുന്നു. ആ വളരെയധികം സന്തോഷത്തോടു കൂടിയിരുന്ന ആ സന്ദർഭം, ആഘോഷത്തോടു കൂടിയിരുന്ന ആ സന്ദർഭം, എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ആ ആഘോഷം മുടങ്ങുകയാണ്. പിറ്റേ ദിവസം രാവിലെ അഭിഷേകം കാണാൻ കാത്തിരുന്ന ജനങ്ങളെല്ലാം ശോകമൂകമായ അന്തരീക്ഷമാണ് അയോധ്യയിലെങ്ങും കാണുന്നത്. നമുക്ക് ഇനി അടുത്ത ശ്ലോകത്തിൽ ബാക്കി പറയാം. ഇനി അടുത്ത ശ്ലോകത്തിൽ, അതായത് 5-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് വനത്തിലേക്കുള്ള യാത്ര. അഭിഷേകം മുടങ്ങിയല്ലോ, പിന്നെ അവിടെ നിഷാദരാജനായ ഗുഹനെ കാണുന്നു. ആ വനത്തിലേക്ക് പോകുന്ന വനത്തിൽ അയോധ്യ രാജധാനിയിലുണ്ടായിരുന്ന വേഷവിധാനങ്ങളൊന്നുമല്ല. ജടയും അതുപോലെ തന്നെ വൽക്കലം ധരിച്ച് ഗംഗാനദിയെ തരണം ചെയ്യുന്നു. ഭരദ്വാജ മുനിയെ കാണുന്നു. ചിത്രകൂടം എന്ന സ്ഥലത്ത് എത്തുന്നു, ചിത്രകൂടാചലം അവിടെ എത്തുന്നു. അത്രയുമാണ് 5-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. താതോക്ത്യായാതു കാമോ വനമനുജവധൂ സംയുതശ്ചാപധാര പൗരാനാരുധ്യമാർഗേ ഗുഹനിലയഗതത്വം ജടാചിരധാരി നാവാസന്തീര്യ ഗംഗാമധിപദവിപുനസ്തം ഭരദ്വാജമാരാൻ നത്വാ തദ്വാക്യഹേതോരതിസുഖമവസശ്ചിത്രകൂടേ ഗിരീന്ദ്രേ. താതോക്ത്യാ യാതു കാമഃ വനം അനുജവധൂ സംയുതശ്ചാപധാരഃ പൗരാൻ ആരുധ്യ
മാർഗേ ഗുഹനിലയഗത ത്വം ജടാചീരധാരി നാവാ സന്തീര്യ ഗംഗാം അധിപതവി പുനഃ തം ഭരദ്വാജമാരാൻ നത്വാ തദ്വാക്യഹേതോരതിസുഖമവസഃ ചിത്രകൂടേ ഗിരീന്ദ്രേ. നത്വാ ഭരദ്വാജ മാർഗേ പൗരാൻ ആരുധ്യ. ഈ ശ്ലോകത്തിൽ താതൻ്റെ ഉക്തിയാൽ, അതായത് അച്ഛൻ്റെ വാക്കുകളാൽ, അച്ഛൻ്റെ ആജ്ഞയാൽ യാതുകാമഹ പുറപ്പെട്ടു. അച്ഛൻ്റെ ആഗ്രഹമനുസരിച്ച്, അച്ഛൻ്റെ വാക്കുകളനുസരിച്ച് ആ അച്ഛൻ്റെ വാക്ക് പാലിക്കാനായി പുറപ്പെടുകയാണ്. വനത്തിലേക്കാണ് പുറപ്പെടുന്നത്. വനം അനുജ വധു, അനുജൻ ലക്ഷ്മണൻ വധുവായ സീതാദേവിയോടും സംയുതം എന്ന് പറഞ്ഞാൽ കൂടി, ചാപധാരഹ വില്ലും ധരിച്ചാണ് പോകുന്നത്. പൗരാൻ ആരുധ്യ പൗരന്മാർ തടഞ്ഞു, പോകല്ലേ, ശ്രീരാമചന്ദ്രൻ പോവുകയാണ്, അയ്യോ കുമാര പോകല്ലേ എന്ന് പറഞ്ഞ് തടയുന്നു. മാർഗേ വഴിയിൽ, ഗുഹനിലയഗത എന്ന് പറഞ്ഞാൽ നിഷാദരാജനായ ഗുഹൻ, ബാല്യകാല സുഹൃത്താണ് ഗുഹൻ, നിഷാദന്മാരുടെ രാജാവാണ്. അയോധ്യയുടെ അതിർത്തിയിലുള്ള കാനനം തുടങ്ങുന്ന സ്ഥലത്തുള്ള നിഷാദം എന്ന രാജ്യത്തിലെ രാജാവാണ് ഗുഹൻ. അപ്പോൾ ആ അവിടെ ഗുഹനുമായിട്ട് സന്ധിക്കുന്നു. ക്ഷീരധാരി എന്ന് പറഞ്ഞാൽ ക്ഷീരം വസ്ത്രമാണ്. ആ ജടാവൽക്കലങ്ങൾ ധരിച്ച് നാവാ തോണിയിൽ സന്തീര്യ കടന്നിട്ട്, ഗംഗാം തോണിയിൽ ഗംഗാനദി കടന്നിട്ട്, അധിപദവി പുനഃ തം പിന്നീട് ഗുഹൻ്റെ വാസസ്ഥലത്ത് ചെന്നിരുന്നിട്ട് അവിടെ നിന്ന് ഗംഗാനദി കടന്ന് ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലേക്കാണ് ചെല്ലുന്നത്. ആരാത് നത്വ ഭരദ്വാജ മുനിയെ നമസ്കരിക്കുന്നു. ആ തദ്വാക്യഹേതോരതിസുഖമവസശ്ചിത്രകൂടേ ഗിരീന്ദ്രേ. അടുത്ത് തന്നെയുള്ള എന്നാണ്. അധിപദവി പുനഃ എന്ന് പറഞ്ഞാൽ അവിടുന്ന് പിന്നീട് അനന്തരം അടുത്ത് തന്നെയുള്ള ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് ഞങ്ങൾക്ക് താമസിക്കാനൊരു സ്ഥലം വേണം. തദ്വാക്യഹേതോരതിസുഖമവസത് എന്ന് പറഞ്ഞാൽ ആ വാക്കുകൾ അനുസരിച്ച്, വാക്കുകൾ ഹേതുവായിട്ട് അവിടെ താമസിക്കാനൊരു സ്ഥലം വേണമെന്ന് പറയുമ്പോൾ ചിത്രകൂടം കാണിച്ചു കൊടുക്കുകയാണ്. അതിസുഖമവസശ്ചിത്രകൂടേ ഗിരീന്ദ്രേ. ചിത്രകൂടം എന്ന് പറഞ്ഞാൽ പർവ്വതരാജനിൽ, ആ വലിയ പർവ്വതരാജൻ്റെ പ്രാന്തപ്രദേശത്ത് സുഖമായി, അതിസുഖമവസഹ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ അധികം സുഖത്തോടെ താമസിച്ചു എന്നാണ്. ഭരദ്വാജ മുനിയെ നമസ്കരിച്ച് അദ്ദേഹത്തിനോട് ചോദിക്കുന്നു എവിടെയാണ് താമസിക്കാൻ സൗകര്യമുള്ളതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കനുസരിച്ചാണ് ആ ചിത്രകൂട പർവ്വതത്തിൻ്റെ പ്രാന്തത്തിൽ താമസിക്കുന്നത്. നമുക്ക് ഇനി അടുത്ത ശ്ലോകം നോക്കാം. ആ ശ്ലോകത്തിൽ ഭരതസമാഗമം, പിതൃമരണശ്രവണം, പിതൃതർപ്പണം, പാതുകാദാനം, ദണ്ഡകാരണ്യയാത്ര, അത്രിവന്ദനം, വിരാധവധം, ശരഭംഗ സദ്ഗതി മുതലായവയാണ് പറയുന്നത്. ശരഭംഗ മുനിക്ക് മോക്ഷം ലഭിക്കുന്നതാണ് ശരഭംഗ സദ്ഗതി എന്ന് പറഞ്ഞിരിക്കുന്നത്. ശ്രുത്വാ പുത്രാർത്തിഖിന്നം ഖലു ഭരതമുഖാത് സ്വർഗയാതം സ്വതാതം തപ്തോ ദത്വാംബുതസ്മൈ നിദധിത ഭരതേ പാദുകാം മേദിനീം ച അത്രിം നത്വാധഗത്വ വനമധിവിപുലം ദണ്ഡകം ചണ്ഡകായം ഹത്വാ ദൈത്യം വിരാധം സുഗതിമകലയച്ചാരുഭോ ശാരഭംഗീ. ഇവിടെ ശ്രുത്വാ പുത്രാർത്ഥിഖിന്നം ഖലു ഭരതമുഖാത് സ്വർഗയാതം സ്വതാതം തപ്തോ ദത്വാംബു തസ്മൈ നിദധിത ഭരതേ പാദുകാം മേദിനീം ച അത്രിം നത്വ അധ ഗത്വാ വനം അതിവിപുലം ദണ്ഡകം ചണ്ഡകായം ഹത്വാ ദൈത്യം വിരാധം സുഗതിം അകലയ
ചാരുഭോ ശാരഭംഗിം. ഇവിടെ ശ്രുത്വാ കേട്ടിട്ട്, പുത്രാർത്ഥി ഖിന്നം പുത്രദുഃഖത്തിൽ ഖിന്നനായ വിഷണ്ണനായി, ഖലു ഭരതമുഖാത് ഭരതമുഖത്തു നിന്നാണ് കേട്ടത്, സ്വർഗയാതം സ്വതാതം സ്വർഗം യാതം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോയി, സ്വതാതം തൻ്റെ സ്വന്തം താതൻ അതായത് ദശരഥ മഹാരാജാവ് സ്വർഗത്തിലേക്ക് പോയി എന്ന് ഭരതമുഖത്ത് നിന്ന് കേട്ടിട്ട് എങ്ങനെയാണ് പോയത്? പുത്രാർത്ഥി ഖിന്നം പുത്രദുഃഖത്താൽ അദ്ദേഹം മരിച്ചുപോയി, ചരമഗതി അടഞ്ഞു എന്ന് ഭരതനിൽ നിന്നറിഞ്ഞ് തപ്തഹ ദുഃഖിതനായിട്ട്, ദത്വ അംബു അതായത് തർപ്പണം ചെയ്യുന്നതിനെയാണ്, മരണാനന്തര ക്രിയയാണ്. ആ ദത്വാംബു എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് മരണാനന്തര ക്രിയ ചെയ്യുന്നു. അച്ഛൻ മരിച്ചു എന്ന് അപ്പോഴറിയുന്നതല്ലേ ഉള്ളൂ. വളരെയധികം ഖിന്നനായി. ശ്രുത്വാ പുത്രാർത്ഥി ഖിന്നം ഖലു ഭരതമുഖാത് സ്വർഗയാതം സ്വതാതം തപ്തോ ദത്വാംബു തസ്മൈ നിദധിധ ഭരതേ പാതുകാം മെദിനീം ച. ഇവിടെ വളരെയധികം ദുഃഖിതനായി അച്ഛൻ്റെ ആ വിരഹവാർത്ത അറിഞ്ഞിട്ട്. എന്നിട്ട് തിലോദകം സമർപ്പിച്ചു, ദത്വാംബു ജലം തർപ്പണം ചെയ്തിട്ട്, തസ്മൈ നിദധിധ ഭരതനോട് ആ മെതിയടി ഭരതൻ്റെ കയ്യിലേക്ക് മെതിയടി കൊടുക്കുകയാണ്. മേദിനി ഭൂമിയാണ്, മേദിനിയും ച ഭൂമിയും ഏൽപ്പിച്ചു കൊടുത്തു. അത്രിം നത്വാധ അനന്തരം അത്രി മഹർഷിയെ വന്ദിക്കുന്നു. ഗത്വ പോയി. പിന്നീട് പോയിട്ട് എങ്ങോട്ടാണ് പോയത്? അത്രി മഹർഷിയെ വന്ദിച്ചിട്ട് വനം അതിവിപുലം. അത് നമുക്കറിയാം, ശ്രീരാമൻ വനത്തിലേക്ക് പോയപ്പോൾ പൗരജനങ്ങളെല്ലാം അനുഗമിച്ചു. സുമന്ത്രരായ മന്ത്രിയും മറ്റ് പൗരജനങ്ങളും എല്ലാം വിലപിച്ചുകൊണ്ട് രാമൻ്റെ പുറകെ പോയി. രാത്രിയായപ്പോൾ അവർ ഒരു വനത്തിൻ്റെ അതായത് ഗുഹനെ കാണുന്നതിന് തൊട്ട് മുമ്പാണ്. അവിടെ കിടന്നുറങ്ങുന്നു. എല്ലാവരും ക്ഷീണിച്ച് ദുഃഖിതരായി കിടന്നുറങ്ങും. ആ ഉറക്കത്തിൽ അവർ ഉണർന്നെഴുന്നേറ്റാൽ ശ്രീരാമനെ പോകാൻ അനുവദിക്കുകയില്ല എന്നറിഞ്ഞ് ആ ഉറക്കത്തിൽ അവരെ ഉപേക്ഷിച്ചിട്ട് കാൽപാദങ്ങൾ കണ്ട് അവർ പിന്തുടരാതിരിക്കാൻ വേണ്ടി കുറച്ചു ദൂരം അയോധ്യയിലേക്ക് പോകുന്ന വഴിയിലൂടെ നടന്ന് പിന്നീട് മറ്റു മാർഗത്തിലൂടെയാണ് കാനനത്തിലേക്ക് യാത്ര തിരിക്കുന്നത്. ആ പൗരന്മാരെ അതായത് അയോധ്യാവാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനായിട്ട്. അങ്ങനെ അവർ അതിവിപുലമായ കാനനത്തിലേക്ക് പോവുകയാണ്. അതായത് അയോധ്യയോട് ചേർന്നുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും താമസിച്ചാൽ ഈ ജനങ്ങളെല്ലാം വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ വീണ്ടും ഹത്വാ ദൈത്യം വിരാധം ദണ്ഡകം എന്ന ആ ഉൾക്കാട്ടിലേക്ക് വലിയ ഘോരവനത്തിലേക്ക് പോയി. അതുപോലെ തന്നെ ചണ്ഡകായം എന്ന് പറഞ്ഞാൽ വളരെ വലിയ ശരീരത്തോടു കൂടിയ ദൈത്യം രാക്ഷസനെ ഹത്വ കൊന്നിട്ട്, വിരാധൻ എന്ന വളരെ വലിയ ശരീരത്തോടു കൂടിയ ഒരു രാക്ഷസനെ വധിക്കുന്നു. അതുപോലെ തന്നെ സുഗതിം അകലയ ചാരുഭോ ശാരഭംഗിം. അവിടെ നിന്ന് സുഗതി അതായത് സദ്ഗതി കൊടുക്കുന്നു. ആർക്കാണ് സദ്ഗതി കൊടുക്കുന്നു? ശാരഭംഗിയും. ശരഭംഗ ആശ്രമത്തിലെത്തി ആ ശരഭംഗ മഹർഷിക്ക് ശ്രീരാമചന്ദ്രൻ ദർശനത്താൽ സദ്ഗതി ലഭിക്കുകയാണ്. അതിനുശേഷം ആ സദ്ഗതിയെ സുഗതിയും അകലയസ് ചാരുഭോ ശാരഭംഗിയും അദ്ദേഹത്തിൻ്റെ ആ സദ്ഗതിയെ മോക്ഷഗതിയെ നോക്കിക്കാണുകയാണ്. ചാരു ഭോ ശാരഭംഗിയും. മനോഹരമാണത്. ചാരു അതായത് നന്നായിട്ട് കണ്ടുകൊണ്ടിരുന്നു. ചാരു മനോഹരമായ കാഴ്ചയായിരുന്നു അത്. എല്ലാ മഹർഷിമാരും ആഗ്രഹിക്കുന്നത്, ഭക്തന്മാരും ആഗ്രഹിക്കുന്നത് അവസാനം മോക്ഷം ലഭിക്കണമെന്നല്ലേ. അപ്പോൾ ആ മോക്ഷമാർഗം നോക്കിക്കണ്ടു ശരഭംഗ മുനിയുടെ. അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്.